Hello friends, welcome to Electron College. We discuss synchronous machine topics. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ പവറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് കുറച്ചും കൂടി ടോപ്പിക്സ് ഉള്ളൂ ഹാൻഡിൽ ചെയ്യാൻ. അത് നമ്മൾക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് ചെറിയ ചെറിയ ടെർമിനോളജി ഉള്ള ടോപ്പിക്സാണ്. ഓക്കെ, അത് പാരലൽ ഓപ്പറേഷനാണ് ഓൾട്ടർനേറ്ററിൻ്റെ. ഓക്കെ, ഓൾട്ടർനേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് അതിൻ്റെ നമ്മുടെ ഒരു പർപ്പസ്? വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ അവർ പാരലൽ ഓപ്പറേഷൻ? പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ ഓൾട്ടർനേറ്ററുകളല്ലേ നമ്മളൊരു ഗ്രിഡിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് ബാർ ലൈൻ എങ്കിൽ നമ്മളിങ്ങനെ കുറേ ഇതൊരു ഓൾട്ടർനേറ്റർ 1 എന്ന് വിചാരിക്കും. ഇത് 1. സിമിലർലി ഇവിടെ അടുത്തൊരു ഓൾട്ടർനേറ്റർ 2, പിന്നെ ഇങ്ങനെ അടുത്ത 3, ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് ബാർ ലൈനുകൾ. നമ്മൾ RYB എന്ന് പറയുന്ന ബസ് ബാർ ലൈനുകളാണിത്. അപ്പോൾ ഈ ലൈനുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ഇതാണ് നമ്മൾ ഇൻഫിനിറ്റ് ബസ് ബാർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ കേസുകളിൽ നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റർ ഫെയിലായാലും നമ്മൾക്ക് പവർ സപ്ലൈൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ പവർ സപ്ലൈ കണ്ടിന്യൂറ്റി ആണ് ആക്ച്വലി നമ്മുടെ പാരലൽ ഓപ്പറേഷൻ്റെ മെയിൻ പർപ്പസ്. അങ്ങനെ ഈ പവർ സപ്ലൈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അത് എഫക്റ്റീവായിട്ട് നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മെയിൻ നോക്കുന്ന ആളുമാണ് അല്ലെങ്കിൽ നമ്മുടെ പാരലൽ ഓപ്പറേഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാരലൽ ഓപ്പറേഷൻ മെയിൻറ്റെയിൻ ഇങ്ങനെ നമ്മൾ പവർ സപ്ലൈയും നമ്മളെ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, പാരലൽ ഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷനുകളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ ഈ കണ്ടീഷൻസൊക്കെ നമ്മൾ നോക്കും, നമ്മളൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് വിത്ത് റെസ്പെക്ട് എന്താണ് കാര്യം നോക്കേണ്ടത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ വിത്ത് റെസ്പെക്ട് പറയുവാണെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ ഇൻകമിങ് ഓൾട്ടർനേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ബസ് ബാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെർമിനൽ വോൾട്ടേജ് രണ്ടിൻ്റെയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അത് ടെർമിനൽ വോൾട്ടേജ് ഷുഡ് ബി സെയിം. രണ്ടാമത്തത് നമ്മളുടെ ഫ്രീക്വൻസി. ഓക്കെ, പറഞ്ഞ പോലെ ഇൻകമിങ് ഓൾട്ടർനേറ്ററിൻ്റെ ഇൻകമിങ് ഫ്രീക്വൻസിയും എന്താവണം? ഫ്രീക്വൻസി ഷുഡ് ബി സെയിം. മൂന്നാമത്തെ ഒരു ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫേസ് സീക്വൻസ്. ഓക്കെ, ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ഫേസ് സീക്വൻസ് ഷുഡ് ബി സെയിം. അപ്പോൾ ഈ 3 കണ്ടീഷൻസാണ് ഭയങ്കര നല്ല എസെൻഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഈ 3 കണ്ടീഷൻസ് എപ്പോഴും നമ്മൾ പാരലൽ ഓപ്പറേഷനിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 3 കണ്ടീഷൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ 3 കണ്ടീഷനും മീറ്റ് ചെയ്ത് ഓൾട്ടർനേറ്ററിനെ പാരലലി വെക്കുന്ന സാധനത്തിന് അല്ലെങ്കിൽ പാരലലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവത്തിന് മെത്തേഡുകൾ നമ്മൾ വിളിക്കുന്നവരാണ് സിങ്ക്രണൈസേഷൻ മെത്തേഡ്സ്. ഇത് വെരിഫൈ ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മളെ സിങ്ക്രണൈസിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിങ്ക്രണൈസിങ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ പാരലലി ഓപ്പറേറ്റ് ചെയ്യുന്നത് വെരിഫൈ ചെയ്യുന്നത്. ആ സിങ്ക്രണൈസേഷൻ മെത്തേഡ്സിൽ 2 മെത്തേഡുകളാണുള്ളത്. അതിലൊന്നാമത്തതാണ് നമ്മുടെ ലാമ്പ് മെത്തേഡ്. ഇതൊക്കെ കുറച്ചൊരു നമ്മളൊരു നമ്മളൊരു ലാബ് ഓറിയൻറ്റഡ് കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കൊന്നും പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെത്തേഡാണെന്ത്? ലാമ്പ് മെത്തേഡ്. അടുത്താണെന്ത്? സിങ്ക്രോസ്കോപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലാമ്പ് മെത്തേഡും ഉണ്ട്, സിങ്ക്രോസ്കോപ്പ് മെത്തേഡും ഉണ്ട്. അപ്പം ഇതിലെന്ന് വെച്ചാൽ ലാമ്പ് മെത്തേഡിൽ തന്നെ 2-3 ടൈപ്പൊക്കെ ഉണ്ട്. അതായത് നമ്മളുടെ ഇത് എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ലാമ്പ് 2 മെത്തേഡ് സൈമൾട്ടേനിയസ്ലി ഡാർക്കും ബ്രൈറ്റും ആക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ ലാമ്പ് മെത്തേഡിൽ ഒരു ലാമ്പ് ഡാർക്ക് ആക്കും, അതുപോലെ 2 ലാമ്പ് എന്ത് ചെയ്യുക
ഈക്വലി ബ്രൈറ്റ് ആക്കുക. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് നമ്മൾ ലാമ്പ് മെത്തേഡ്. മറ്റേ സിങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സിങ്കോസ്കോപ്പിക് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വെസ്റ്റേൺ ടൈപ്പ് മെത്തേഡുകൾ, ഇലക്ട്രോഡൈനാമോമീറ്റർ അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് മെത്തേഡ്സ്, അങ്ങനെ എക്സ്പെരിമെൻ്റൽ ഓറിയൻറ്റഡ് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇതിൽ നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ഈ കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന 2 മെത്തേഡുകൾ ഇതിൽ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞതൊക്കെ വെരിഫിക്കേഷനാണ്, ഈ പാരലലി ചെയ്യുന്നതൊക്കെ വെരിഫിക്കേഷനാണ്. അതിൽ ഈ ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ കണ്ടീഷൻ 1 വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വോൾട്ട് മീറ്റർ നമ്മൾ 2 സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. അങ്ങനെ വോൾട്ട് മീറ്റർ റീഡിങ് എന്ന് പറഞ്ഞാൽ 0 ആവുന്ന കേസ് നമുക്ക് പറയാം രണ്ടും എന്താണ്, 2 ഇൻകമിങ്ങും ഉള്ള ബസ് ബാറിലെ വോൾട്ടേജ് എന്താണ്, സെയിം ആണ്. അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ 0 ആകുമ്പോൾ പറയാം ബോത്ത് ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് പറയാം ടേമിനൽ വോൾട്ടേജ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നമ്മളത് വെരിഫൈ ചെയ്തു. ഇനി നമ്മളുടെ ഈ ഫ്രീക്വൻസിയും സെയിം ആവണം അല്ലെങ്കിൽ ഫേസ് സീക്വൻസും സെയിം ആവണമെന്ന് അതായത് നമ്മൾ കണ്ടീഷൻ 2ഉം 3ഉം വെരിഫൈ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ ലാമ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സിങ്ക്രോസ്കോപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇല്ലേ, അവർ ചെറിയ പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് അതിൽ നിന്നും നമുക്കൊരു ഇൻഫറൻസ് പോലെ എടുക്കാനുള്ളൂ. വേറെ ഒന്നും നമുക്കതിൽ കൂടുതലായിട്ട് പഠിക്കാനില്ല. കാരണം അത് എക്സ്പെരിമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മളുടെ ഓൾട്ടർനേറ്റർ ഇൻ പാരലൽ വിത്ത് ഇൻഫിനിറ്റ് ബസ് ബാർ. ഓക്കെ, ഒരു ഇൻഫിനിറ്റ് ബസ് ബാർ ഉണ്ടാവും. നമ്മളതിൽ ഓൾട്ടർനേറ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റേഷനിലെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെയാണ് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ ബസ് ബാർ ലൈനുകളുണ്ടാവും. നമ്മളിവിടെ ഓൾട്ടർനേറ്ററിനെ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഓൾട്ടർനേറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ലൈൻസ് നമ്മളെന്ത് ചെയ്യും, RYB ലൈനുകൾ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ 2-3 ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലോഡിൻ്റെ ലൈൻസും എല്ലാം ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ ഇവിടുത്തെ പവറിൻ്റെ ഇവിടെ ഏത് പവർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ബസ് ബാറിൻ്റെ കേസ് പഠിക്കും. നമ്മൾ റിയാക്റ്റീവ് പവറാണ് എടുക്കുന്നത്. അപ്പോൾ Q പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അറ്റ് ദ സെയിം ടൈം റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യാനോ ഡെലിവർ ആവാനോ, ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് പഠിക്കലാണ് മെയിൻ കാര്യം. അപ്പോൾ ആക്ച്വലി ഇൻഫിനിറ്റ് ബസ് ബാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റ് ബസ് ബാർ എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പവറാണ്. ഓക്കെ, ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പവറാണ്. നമുക്ക് ഈ പവറിനെ വേണമെങ്കിൽ നമുക്ക് ബസ് ബാറിലേക്ക് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബസ് ബാറിന് കൺസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതും കൺസ്യൂം ചെയ്യുന്നതും ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കൺസ്യൂം ചെയ്യുന്നതും കൊടുക്കുന്നതും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസിയും വോൾട്ടേജും എന്തായിരിക്കും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റ് ബസ് ബാർ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം വിത്ത് 0 ഇൻറ്റേർണൽ ഇമ്പിഡൻസ്. ഓക്കെ, ഇൻറ്റേർണൽ ഇമ്പിഡൻസ് എന്താണ്, 0 ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാം അവിടെ ഒരു ഇൻഫിനിറ്റ് മെക്കാനിക്കൽ ഇനർഷ്യ, അതായത് കോൺസ്റ്റന്റ് സ്പീഡും കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഇൻഫിനിറ്റ് ബസ് ബാർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതാണ് നമുക്ക് ഇൻഫിനിറ്റ് ബസ് ബാറിൻ്റെ കേസിൽ പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ഇൻഫിനിറ്റ് ബസ് ബാറൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ റിയാക്റ്റീവ് പവറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റീവ് പവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതായിരിക്കും, നമ്മളുടെ സിലിണ്ടറിക്കൽ മെഷീൻ ആയിരിക്കും. ശരിയല്ലേ, സിലിണ്ടറിക്കൽ മെഷീനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, സാലൻ്റ് പോൾ അല്ല. ഓക്കെ, അപ്പോൾ അതിലുള്ള റിയാക്റ്റീവ് പവർ കൺസെപ്ഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷനാണ് ഏത്, V/XS ഇൻറ്റു E cos ഡോ മൈനസ് V. ഇതാണല്ലോ ഇക്വേഷൻ. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇതിൽ ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെറിയൊരു എക്സൈറ്റേഷനെ കുറിച്ചുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മളുടെ ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ V ആകുമ്പോഴേത് എക്സൈറ്റേഷൻ, അതുപോലെ തന്നെ ഈ കോസ് ഡോ ലെസ് ദാൻ V ആകുമ്പോഴെന്ത്, ഈക്വൽ ടു V ആകുമ്പോഴെന്ത്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഓക്കെ, അതായത് നമ്മൾ ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ V ആകുമ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇത് ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. ഈ കോസ് ഡോ ലെസ് ദാൻ V ആണെങ്കിൽ നമ്മൾക്ക്
അണ്ടർ എക്സൈറ്റഡ് ആയിരിക്കും. ദെൻ ഈക്വൽ ടു വി ആകുമ്പോൾ നോർമൽ എക്സൈറ്റേഷൻ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ എക്സൈറ്റേഷനാണ് കൂടുതൽ വീനെക്കാട്ടി, അപ്പോൾ അതുകൊണ്ട് ഓവർ എക്സൈറ്റഡ്. എക്സൈറ്റേഷൻ വീനെക്കാട്ടിയും കുറവാകുമ്പോൾ അണ്ടർ എക്സൈറ്റഡ്, ഈക്വൽ ടു വി ആകുമ്പോൾ നോർമൽ എക്സൈറ്റഡ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കുകയാണ്. ആദ്യം നമ്മൾ ഓവർ എക്സൈറ്റേഷൻ നോക്കാം. അപ്പോൾ ഓവർ എക്സൈറ്റേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി ആണ്. ഓക്കെ, ഈ കോസ് ഡോ ഗ്രേറ്റർ ദാൻ വി ആകുമ്പോൾ നമ്മളെ ക്യൂ എന്താവും? ക്യൂ പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? നിങ്ങൾ നോക്കൂ, ഈ ടേം അല്ലേ കൂടുതൽ. ഇതിപ്പോൾ ഇതിൻ്റെ വാല്യൂ 2, ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇത് 2 ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയാമല്ലോ. അതായത് ഈ വാല്യൂ കൂടി ഇതിനെക്കാട്ടി. അപ്പോൾ ക്യൂ എന്തായിരിക്കും? ക്യൂ വിൽ ബി പോസിറ്റീവ്. ക്യൂ പോസിറ്റീവ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓവർ എക്സൈറ്റേഷനിലെ ചോദ്യം ഒന്നെങ്കിൽ ഇത് ക്യൂ ചോദിക്കാം, അല്ലെങ്കിൽ ഏത് എക്സൈറ്റേഷനാണ് ഓവർ എക്സൈറ്റേഷനിൽ എന്താ കണ്ടീഷൻ ചോദിക്കാം. അപ്പോൾ ഈ കോസ്റ്റ് ഗ്രേറ്റർ ദാൻ വി. അല്ലെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ് ഇവിടുത്തെ മെഷീൻ എന്ത് ചെയ്യുന്നു റിയാക്റ്റീവ് പവറിനെ. ദ മെഷീൻ ഡാഷ് ദ റിയാക്റ്റീവ് പവർ. ദ മെഷീൻ ഡാഷ് ദ റിയാക്റ്റീവ് പവർ ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ഡാഷ് പവർ ഫാക്ടർ. ഏത് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു? സിമിലർലി ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ഈസ് ഡാഷ്. ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ച് കാണാറ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. നമ്മൾ ഓവർ എക്സൈറ്റേഷൻ ആകുമ്പോൾ നമ്മളുടെ റിയാക്റ്റീവ് പവറിനെ ആ മെഷീൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെലിവേഴ്സ്. ഓക്കെ, അതുപോലെ ഏത് പി എഫിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഏത് പി എഫിലാണ് ഓപ്പറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മെഷീൻ ഡെലിവേഴ്സ് ദ റിയാക്റ്റീവ് പവർ ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ലാഗിങ് പി എഫ്. ക്ലിയർ? നിങ്ങൾ ഇത് മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ. ലാഗിങ് പി എഫ്. അതുപോലെ തന്നെ ഈ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡീമാഗ്നറ്റൈസേഷൻ. ഓക്കെ, ഈ പോയിന്റ്സാണ് നമ്മൾ ഓവർ എക്സൈറ്റേഷൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അണ്ടർ എക്സൈറ്റേഷനും പഠിക്കാനുണ്ടോ? അപ്പോൾ അണ്ടർ എക്സൈറ്റേഷൻ്റെ പരിപാടികൾ എന്താണ്? അണ്ടർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോസ് ഡോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ വി ആയിരിക്കും. അതായത് നമ്മളുടെ റിയാക്റ്റീവ് പവർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടുത്തെ വി ആണ് കൂടുതൽ. വി കൂടുതൽ നെഗറ്റീവ് ടേമാണ് കൂടുതൽ. അതായത് ക്യൂവിൻ്റെ വാല്യൂ എന്താവും? നെഗറ്റീവ് ആവും. ശരിയല്ലേ? അപ്പോൾ ഈ ക്യൂ ലെസ് ദാൻ വി എന്ന് പറഞ്ഞാൽ ക്യൂ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മളുടെ മെഷീൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അറിയുന്നത്. The machine dash the reactive power. Machine dash the reactive power and operates at dash power factor. ഏത് പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? Similarly, the effect of armature റിയാക്ഷൻ ഈസ് ഡാഷ്. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്നുള്ളതും ചോദ്യമായിട്ട് വരും. അപ്പം ഈ ഒരു കേസിൽ റിയാക്റ്റീവ് പവറിനെ മെഷീൻ എന്ത് ചെയ്യും? നേരത്തെ ഡെലിവർ ആണ്, ഇവിടെ എന്തായിരിക്കും? ദ മെഷീൻ അബ്സോർബ്സ് ദ റിയാക്റ്റീവ് പവർ ആൻഡ് ഓപ്പറേറ്റ്സ് അറ്റ് ഏത് പി എഫ്? ലീഡിങ് പവർ ഫാക്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, മറ്റേത് എന്തായിരുന്നു? ഡീമാഗ്നറ്റൈസേഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? മാഗ്നറ്റൈസേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളുടെ നോർമൽ എക്സൈറ്റേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നോർമൽ എക്സൈറ്റേഷൻ്റെ കേസിൽ നമ്മളുടെ ഈ കോസ് ഡോ എന്ന് പറയുന്നത് വിന് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളെ ക്യൂ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ക്യൂ 0 ആയിരിക്കും. അപ്പോൾ വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് മെഷീൻ? ദ മെഷീൻ നൈദർ അബ്സോർബും ചെയ്യില്ല, നോർ ഡെലിവർ. അബ്സോർബും ചെയ്യില്ല, ഡെലിവറും ചെയ്യില്ല. എന്തിനെ? നമ്മളുടെ റിയാക്റ്റീവ് പവറിനെ. ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ്
ഏത് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും? നമ്മളുടെ യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും അതെന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. സിമിലർലി നമ്മളുടെ മെഷീൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാഷ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ക്ലിയർ? ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ് എഫക്റ്റുകൾ മറ്റുള്ള കാര്യങ്ങളെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. ഇത് തന്നെ ചോദിക്കാനും സാധ്യതയുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഫിനിറ്റ് ബസ് ബാർ. ഇതേപോലെ തന്നെ നമുക്ക് സിംഗ്ലസ് മെഷീനിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചാൽ വരിക, ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് വരിക. അത് നമുക്ക് അവിടെ ചെയ്യാം. സിംഗ്ലസ് മെഷീൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സിംഗ്ലസ് മോട്ടർ എടുക്കുമ്പോൾ നമ്മളത് പറയും. ക്ലിയർ? അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സാധനമാണ് ചോദിക്കാറുള്ളത്, വി കർവും അതുപോലെ ഇൻവെർട്ടഡ് വി കർവും. ഓക്കെ. ഓൾട്ടർനേറ്ററിൻ്റെ. ഓക്കെ, രണ്ടിനും പഠിക്കാനുണ്ട്. ചെറിയ വ്യത്യാസം വരും. ഇത് ക്യൂവിൻ്റെ വ്യത്യാസമാണ്, പക്ഷേ പ്ലോട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെ. അപ്പം വി കർവും ഇൻവെർട്ടഡ് വി കർവും. അപ്പോൾ വി കർവും ഇൻവെർട്ടഡ് വി കർവും ഒറ്റ ഗ്രാഫിൽ പറഞ്ഞുതരാം. ഓക്കെ. ഇതാണ് വി കർവ്. ഈ കാണിച്ചിരിക്കുന്നതാണ് വി കർവ്, പിങ്കിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇൻവെർട്ടഡ് വി കർവ്. ഓക്കെ. അപ്പം ഇവിടെയുള്ള പി എഫ് ആണ് നമ്മളുടെ യു പി എഫ്, യൂണിറ്റി പവർ ഫാക്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഏത് പവർ ഫാക്ടർ ആണെന്ന് അറിയണം. അറ്റ് ദ സെയിം ടൈം ഇവിടെയും ഏത് പവർ ഫാക്ടർ ആണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ. സിമിലർലി ഇവിടെ ഉണ്ടാകുന്ന ഈ പോയിന്റിലുള്ള എക്സൈറ്റേഷനാണ് നമ്മൾ യൂണിറ്റി പി എഫിലുള്ളതാണ് നോർമൽ എക്സൈറ്റേഷൻ. ശരിയല്ലേ? അതുപോലെ ഇവിടെയുള്ള എക്സൈറ്റേഷൻ ഏതാണെന്ന് അറിയണം. സിമിലർലി ഇവിടെ ഇത്രയും ടേമിലുള്ള എക്സൈറ്റേഷൻ, അതായത് നോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുണ്ട്. ഓക്കെ. അതായത് ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുണ്ട് കേട്ടോ. ഇതും ഇവിടെ തൊട്ട് ഇവിടെ വരെയുണ്ട്. ഓക്കെ. ഏത് എക്സൈറ്റേഷൻ എന്ന് അറിയണം. അതാണ് പഠിക്കാനുള്ളത്. അതുപോലെ ഇവിടെ ക്യൂ എന്ത് ചെയ്യുന്നു? ക്യൂ അബ്സോർബ് ചെയ്യുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യൂ ഡെലിവർ ചെയ്യുകയാണോ ചെയ്യുന്നതെന്ന് അറിയണം. ക്യൂ എന്താണ് ചെയ്യുന്നതെന്നും അറിയാനുണ്ട്. അപ്പം നമ്മളുടെ വി കർവുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വി കർവുകൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കർവ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഐ എ ആൻഡ് ഐ എഫ്. ഓക്കെ. അപ്പോൾ വി കർവ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഐ എ വിസസ് ഐ എഫ്. ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും വിത്ത് റെസ്പെക്റ്റുമാണ് വി കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പിങ്ക് കളറിലുള്ള ഈ സാധനമാണ് നമ്മളുടെ എന്ത്? വി കർവ്. ഓക്കെ. ഇനി ഈ തിരിച്ച് വരച്ചിരിക്കുന്ന സാധനമാണ് ഇൻവെർട്ടഡ് വി കർവ്. അത് പ്ലോട്ട് ചെയ്യുന്ന പവർ ഫാക്ടർ വിസസ് ഐ എഫ് ആണ്. അപ്പോൾ ഇൻവെർട്ടഡ് വി കർവ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ വിസസ് ഐ എഫ്. പവർ ഫാക്ടറും ഐ എഫും പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻവെർട്ടഡ് വി കർവ്. ഓക്കെ. അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. നമ്മൾക്ക് അബ്സോർബ് ചെയ്യുന്നത് ഏത് പി എഫിലാണ്, അതുപോലെ ഏത് പി എഫിലാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ എക്സൈറ്റേഷൻ ഏതാ? ഇത് ഈ താഴെയുള്ള എക്സൈറ്റേഷൻ നമ്മൾ അണ്ടർ എക്സൈറ്റേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ. സിമിലർലി ഇവിടുത്തെ എക്സൈറ്റേഷനാണ് നമ്മളുടെ എന്ത്? ഓവർ എക്സൈറ്റേഷൻ. ഓക്കെ. അപ്പോൾ ഈ ഓവർ എക്സൈറ്റേഷൻ ഒക്കർ ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം അണ്ടർ എക്സൈറ്റേഷൻ പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നോട്ടിൽ എഴുതി ഏതാണ് ആ ഓർഡറിൽ പഠിച്ചോ. ആദ്യം ഓവർ എക്സൈറ്റേഷനാണ് പഠിച്ചത്. അപ്പോൾ ഓവർ എക്സൈറ്റേഷനിൽ നമ്മൾക്ക് പി എഫ് ഏതാണെന്ന് ചോദിക്കാം. ഓവർ എക്സൈറ്റേഷനിൽ എന്ത് പി എഫ് ആണ്? ലാഗിങ് പി എഫ് ആണ് ഒക്കർ ചെയ്യുക. അവിടെ ക്യൂ എന്ത് ചെയ്യുന്നു? ക്യൂ ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുക. ക്യൂ ഈസ് ഡെലിവറിങ്. അപ്പോൾ ഇവിടെ നേരെ എഴുതുക. അണ്ടർ എക്സൈറ്റേഷനിൽ ഏത് പി എഫിലാണ്? ലീഡിങ് പി എഫിലാണ്
അതുപോലെ തന്നെ ഇവിടെ ക്യൂ എന്ത് ചെയ്യുവാണ്, നമ്മൾ അബ്സോർബ് ചെയ്യുവാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓൾട്ടർനേറ്ററിൻ്റെ കർവ് എന്ന് പഠിക്കേണ്ടത്. അപ്പോൾ സിംപ്ലി ചോദിക്കുകയാണെങ്കിൽ വി കർവ്, ഇൻവെർട്ടർ വി കർവ് ഇതാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒറ്റ കർവ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു വേറൊരു കർവ് ചോദിക്കാം. അതായത് നമ്മളുടെ വേരിയേഷൻ ഓഫ് ലോഡ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഐ എഫ്. ഓക്കെ, ലോഡ് ആംഗിളും ഐ എഫും തമ്മിലുള്ളൊരു കർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കർവ് കേട്ടോ. ലോഡ് ആംഗിളും നമ്മുടെ കർവും. ഓക്കെ, ലോഡ് ആംഗിളും നമ്മൾ ഐ എഫും നമ്മളുടെ കർവ് ചോദിച്ചാൽ ഇതാണ് നമ്മളുടെ കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾക്ക് വി കർവും ഇൻവേർട്ടഡ് വി കർവും ഓഫ് അവർ ഓൾട്ടർനേറ്ററിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ അല്ലേ? സോ ആ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വയ്ക്കാം. അത് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്ററിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മളുടെ സിങ്കണസ് ഓൾട്ടർനേറ്റർ പഠിച്ചാൽ സിങ്കണസ് മോട്ടറിനെ കുറിച്ചുള്ള ഇതുപോലത്തെ പവർ ഫ്ലോൻ്റെയും ലോഡ് ആംഗിളിൻ്റെ കർവുകളെയും കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, പവർ ഫ്ലോ ഇൻ സിങ്കണസ് മോട്ടർ. അപ്പോൾ നേരത്തെ നമ്മളുടെ അതേ ഗ്രാഫുകളും കാര്യങ്ങളുമാണ്, ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ വെക്ടർ ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് വി, ഇവിടെയുള്ളതാണ് ഇ, ഇത് ഐ എ, ഇത് ഡോ, ഇതാണ് ഫൈ. റിസൾട്ടിന് ഐ എ ഇൻറ്റു സെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പവർ ഫ്ലോ കണ്ട പോലെ തന്നെ നമ്മൾ എഴുതണം ഇ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ എ ഇൻറ്റു സെഡ് എസ്. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് ഐ എ എന്ന് പറയുന്നത് നമ്മൾ വി എന്ന് പറഞ്ഞാൽ വി ലെസ് ദാൻ ആംഗിൾ 0 മൈനസ് ഈ ആംഗിൾ ഡോ ആയിരുന്നു നേരത്തെ, അതിന് പകരം മൈനസ് ഡോ. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും കേട്ടോ. സെഡ് എസ് ആംഗിൾ തീറ്റ. ക്ലിയർ? അപ്പോൾ ഐ എ എന്ന് പറഞ്ഞാൽ വി ബൈ സെഡ് എസ് ആംഗിൾ മൈനസ് തീറ്റ മൈനസ് ഇ ബൈ സെഡ് എസ് ആംഗിൾ മൈനസ് തീറ്റ മൈനസ് ഡോ. ഇതാണ് ഐ എ. നമ്മൾ നേരത്തെ കോംപ്ലക്സ് പവർ കണ്ടത് ഏതാണ്, ഐ എ സ്റ്റാർ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഐ എ സ്റ്റാർ ഇവിടെയും കാണണം. അപ്പോൾ വി ബൈ സെഡ് എസ് മൈനസ് തീറ്റ മൈനസ് സെഡ് ആവും, മൈനസ് ഇ ബൈ സെഡ് എസ് ആംഗിൾ മൈനസ് ഒക്കെ പോയി തീറ്റ പ്ലസ് ഡോ ആവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും നമ്മൾ എന്താണ്, കോംപ്ലക്സ് പവറാണ് കാണുന്നത്. സോ എസ് ഈക്വൽ ടു പി പ്ലസ് ജെ ക്യു എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പോലെ വി ഇൻറ്റു ഐ എ സ്റ്റാർ എന്ന് എഴുതാം. ക്ലിയർ? അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എന്ന് പറഞ്ഞാൽ വി ആംഗിൾ 0 ഇൻറ്റു ഐ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വി ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ മൈനസ് ഇ ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ പ്ലസ് ഡോ. ഓക്കെ, ഇനി ആ വീനെ അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ഇക്വേഷൻ നോക്കാം. വീനെ അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കോംപ്ലക്സ്
power s will be v square by zs angle theta minus ev by zs angle theta plus dou. This is the equation for your complex power s. Clear? ഇതിൽ തന്നെ ഈ കോംപ്ലക്സ് പവർ എസ് എഴുതുമ്പോൾ നമ്മളുടെ എസ് എന്ന് പറയുന്നത് എന്താണ്? പി പ്ലസ് ജെ ഇൻറ്റു ക്യൂ എന്നുള്ളതാണല്ലോ, ശരിയല്ലേ? അപ്പം ഇത് നമ്മളുടെ വി ആംഗിൾ അല്ല, നമ്മൾ എ ആംഗിൾ തീറ്റ പോലെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ എ കോസ് തീറ്റ പ്ലസ് എ ജെ എ സൈൻ തീറ്റ നമുക്ക് എഴുതാം അല്ലേ? ഇത് പോളാർ ഫോമിലുള്ള നമ്മൾ റെക്റ്റാങ്കിൾ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ എഴുതാണെന്ന് നിൽക്കണ്ട, നമുക്ക് ഓൾറെഡി നമ്മൾ മറ്റേതിൽ പഠിച്ചാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന പവറുകളുടെ ഇക്വേഷനുകൾ ഡയറക്റ്റ് എഴുതാം. നമ്മൾ പവർ എടുക്കുമ്പോൾ കോസ് തീറ്റേനെ മാത്രം ഒരു ടേമിലെടുക്കും, സൈൻ തീറ്റേനെ വേറെ ടേമിലെടുക്കും. അപ്പോൾ കിട്ടുന്നതാണ് വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ പ്ലസ് ഡോ. Similarly, Q will be V square by ZS into sin theta minus EV by ZS into sin of theta plus dou. So, these are your active power and your reactive power in the equation. Okay, this is the active power. Similarly, this is your reactive power in the equation. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇഫ് ആർ എ ഈക്വൽ ടു 0, സെഡ് എസ് ഈക്വൽ ടു എക്സ് എസ്, തീറ്റ ഈക്വൽ ടു 90 കൊടുക്കുക. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ വിൽ ബി ഇ വി ബൈ എക്സ് എസ് ഇൻറ്റു സൈൻ ഡോ. ക്യൂ വിൽ ബി വി ബൈ എക്സ് എസ് ഇൻറ്റു വി മൈനസ് ഇ കോസ് ഡോ. ക്ലിയർ? ഇതാണ് നമ്മൾക്ക് വരാനുള്ള ചേഞ്ച്. ഈ ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല, ഇ വി ബൈ എക്സ് എസിൻ്റെ സൈൻ ടോ തന്നെയാണ്. പക്ഷെ ക്യൂവിൻ്റെ ഇക്വേഷൻ, റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്ത് വന്നു? വി മൈനസ് ഇ കോസ് ഡോ. നമ്മൾ അവിടെ എന്തായിരുന്നു? ഇ കോസ് ഡോ മൈനസ് വി ആയിരുന്നു. മനസ്സിലായില്ല? ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൂ നമ്മളുടെ ആക്റ്റീവ് പവറിന് റിയാക്റ്റീവ് പവറിന് നമ്മളുടെ ഡിഫറൻസ് പറയുമ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡിസ്കസ്. ഓക്കെ, അതാണ് റിയാക്റ്റീവ് പവറും ആക്റ്റീവ് പവറിന് ഡിഫറൻസ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ മാക്സിമം പവറിൻ്റെ കണ്ടീഷൻ നോക്കണം. സോ ഹെഡിങ് കൊടുക്കുക, കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഔട്ട്പുട്ട്. മാക്സിമം പവർ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പി എടുക്കുക. ഓക്കെ, ഈ നമ്മളുടെ ഈ മാക്സിമം പവർ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മളിവിടെ 2 പവറുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സിംഗ്രണസ് മോട്ടറിൻ്റെ കേസിൽ 2 പവറുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒന്ന് ഒരു ഇൻപുട്ട് പവറിൻ്റെയും അതുപോലെ തന്നെ മെക്കാനിക്കൽ പവർ ഡെവലപ്പും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പവറിൻ്റെ ഇൻപുട്ട് പവർ ആയാലും നമ്മുടെ മെക്കാനിക്കൽ പവർ ആയാലും 2 എടുക്കണം. കാരണം നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ മെക്കാനിക്കൽ പവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ മെക്കാനിക്കൽ പവറിൻ്റെ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അതുകൊണ്ട് തന്നെ ആ 2ൻ്റെയും നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഔട്ട്പുട്ട് അല്ല, ശരിക്കും അത് ഇൻപുട്ടാണ് കേട്ടോ. മാക്സിമം പവർ ഇൻപുട്ട്, അതാണ് നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ പ്ലസ് ഡോ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻപുട്ട് പവർ ഡിവൈഡഡ് ബൈ ഡി ഡോ നമ്മൾ എന്ത് ചെയ്യും? 0ലേക്ക് ഇക്വേറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 0 പ്ലസ് ഇ വി ബൈ സെഡ് എസ്, അതായത് നമ്മുടെ ഡി പി ബൈ ഈക്വൽ ടു 0 പ്ലസ് ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ പ്ലസ് ഡോ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ സൈൻ ഓഫ് തീറ്റ പ്ലസ് ഡോ ഈക്വൽ ടു 0, അല്ലെങ്കിൽ തീറ്റ പ്ലസ് ഡോനെ
180 ആയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ചേഞ്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഡോ ഈക്വൽ ടു 180 മൈനസ് തീറ്റ എന്നാണ് കിട്ടുക. നേരത്തെ നമ്മൾക്ക് ഡോ ഈക്വൽ ടു തീറ്റ തന്നെയാണ് നമ്മൾ എടുത്തത്. ഇവിടെ നമ്മൾ 180 മൈനസ് തീറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, മാക്സിമം ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾക്ക് മാക്സിമം പവർ ഇൻപുട്ട് കിട്ടുക. നേരത്തെ മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടിയ കണ്ടീഷൻ ഡോ ഈക്വൽ ടു തീറ്റ ആയിരുന്നു. അതിന് കാരണം നമ്മൾ സിംഗിൾസ് മോട്ടറിൽ മാക്സിമം പവർ ഇൻപുട്ടാണ്. മാക്സിമം പവർ ഇൻപുട്ട് കിട്ടുന്നത് നമ്മൾ ഡോ ഈക്വൽ ടു 180 മൈനസ് തീറ്റ എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഉള്ള മാക്സിമം പവർ ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഴുതുക. മാക്സിമം പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പി മാക്സ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും, പ്ലസ് ഇ വി ബൈ സെഡ് എസ് ആണ് വരിക. ഓക്കെ, ഇവിടെ ഡോക്യുമാരൊക്കെ 180 മൈനസ് തീറ്റ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടും. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 ഇപ്പുറത്ത് എടുക്കുമ്പോൾ +1 ആവും. അങ്ങനെയാണ് പ്ലസ് ഇ വി ബൈ നമ്മളുടെ സെഡ് എസ് എന്ന് കിട്ടുന്നത്. സോ ദിസ് ഈസ് യുവർ ഇക്വേഷൻ. മാക്സിമം പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഇ വി ബൈ സെഡ് എസ്. ഇത് ഏതാ സാധനം, നമ്മളുടെ മാക്സിമം പവർ ഇൻപുട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞാൽ നമുക്ക് 2 പവർ കണ്ടുപിടിക്കണം. അതിൽ അടുത്തതാണ് നമ്മളുടെ കണ്ടീഷൻ 4 അല്ലെങ്കിൽ കണ്ടീഷൻ 4 എന്ന് എഴുതണം. നിങ്ങൾ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് കണ്ടുപിടിക്കാൻ എഴുതാം. മെക്കാനിക്കൽ പവർ ഡെവലപ്പ്. ഓക്കെ, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണ് പി മെക്ക്. ഓക്കെ, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ എന്ന് എഴുതണ്ട, ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് എഴുതിയാണ് കേട്ടോ. ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് ഇ ഇൻറ്റു ഐ എ സ്റ്റാർ. നമ്മളതിലെ ആക്റ്റീവ് കമ്പോണൻറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ സോ ഇറ്റ് വിൽ ബി ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് നമ്മൾ ഈ ടേം ഏത് ഇ ലെസ് ദാൻ മൈനസ് ഡോ ഇൻറ്റു വി ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ മൈനസ് ഇ ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ പ്ലസ് ഡോ. സോ ഇറ്റ് വിൽ ബി ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് ഇ വി ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ മൈനസ് ഡോ മൈനസ് ഇ സ്ക്വയർ ബൈ സെഡ് എസ് ആംഗിൾ തീറ്റ. സോ ഇതിൻ്റെ അകത്ത് നിന്ന് മെക്കാനിക്കൽ പവർ കിട്ടുന്ന ഫോർമുല ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് ഡോ മൈനസ് ഇ സ്ക്വയർ ബൈ സെഡ് എസ് ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് നമ്മളുടെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡിൻ്റെ ഫോർമുല. ഓക്കെ, ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾക്കിങ്ങനെ 2 പവർ ഉണ്ട് ഇതിൽ വരുന്നത് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് പവർ ഫ്ലോൻ്റെ ഇക്വേഷൻസ് കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ കണ്ടീഷൻസ് ഫോർ മാക്സിമം മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്. മാക്സിമം മെക്കാനിക്കൽ പവർ ഡെവലപ്ഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാക്സിമം മെക്കാനിക്കൽ പവർ ഡെവലപ്ഡിൻ്റെ കണ്ടീഷൻ പി മെക്ക് ഡിവൈഡഡ് ബൈ ഡി ഡോ നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കി എടുക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇ വി ബൈ സെഡ് എസ് ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ മൈനസ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് അഗെയിൻ സൈൻ ഓഫ് തീറ്റ മൈനസ് ഡോ 0 എടുക്കണം. അപ്പോൾ സൈൻ 0 ഈക്വൽ ടു 0 എന്ന് എടുക്കുന്ന സമയത്ത്
തീറ്റ ഈക്വൽ ടു ഡോ എന്ന് എടുക്കണം. ഇതാണ് നമ്മൾ മെക്കാനിക്കൽ പവറിൻ്റെ ഉള്ള കണ്ടീഷൻ. തീറ്റ ഈക്വൽ ടു ഡോ നമ്മൾ മറ്റേ എടുത്ത പോലെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാക്സിമം മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി EV/ZS മൈനസ് E²/ZS ഇൻറ്റു കോസ് തീറ്റ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട മെക്കാനിക്കൽ പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ പവറിൻ്റെ ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, V²/ZS ഇൻറ്റു കോസ് തീറ്റ പ്ലസ് EV/XS ആണ്. ഇവിടെ എക്സസ് അല്ല, അവിടെ ZS തന്നെയാണ്. ഇവിടെ നേരെ അതിൻ്റെ മൈനസ് വരും. അപ്പോൾ രണ്ടും ഈക്വലാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ EV/ZS മൈനസ് അവിടുത്തെ വിക്ക് പകരം ഇവിടെ എന്താണ് E ആയിട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. E²/ZS ഇൻറ്റു കോസ് തീറ്റ. കൂടുതലും ഈ സിംഗണസ് മോട്ടറിൻ്റെ പവർ ഫ്ലോൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് അങ്ങനെ ചോദിച്ചു കാണാറില്ല. മിക്കവാറും ഓൾട്ടർനേറ്ററിൻ്റെ ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ കാണാറ്. കാരണം അവിടെ 2 മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കൂടുതലും ക്വസ്റ്റ്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാറ്. ഇതിന് അങ്ങനെ കാണാറില്ല. ഓക്കെ, അപ്പം മറ്റേതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ആൻസേഴ്സ് പഠിച്ച് പോയാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പവർ ഫ്ലോയിൽ പറയാനുള്ളത്. ഇനി പറയാനുള്ളത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ പവർ വീസസ് ഡോവും അതുപോലെ തന്നെ ടോർക്ക് വീസസ് ഡോവും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, പവർ വീസസ് ഡോവും അതുപോലെ ടോർക്ക് വീസസ് ഡോവിനും ക്യാരക്ടറിസ്റ്റിക് എങ്ങനെ വരക്കുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഗ്രാഫ് വരക്കാം, അതിൻ്റെ അകത്ത് നിന്ന് അനലൈസിസ് നടത്താം. അപ്പോൾ പവറും ടോർക്കും രണ്ടും നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു ഡോ നമ്മൾ എന്തുണ്ട് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, പവറും ടോർക്കും വരക്കുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഡോ. ഈ ഒരു റീജിയനാണ് നമ്മളുടെ സ്റ്റേബിൾ റീജിയൻ. ഈ സ്റ്റേബിൾ റീജിയനിൽ തന്നെ 2 ഇത് വരുന്നുണ്ട്. ഇത് മോട്ടറെന്നും ഇത് നമ്മളുടെ ജനറേറ്റർ എന്നും വരുന്നുണ്ട്. ഓക്കെ, ഇത് 90, ഇതും 90. ഈ കാണിച്ചിരിക്കുന്ന കർവ്, ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന കർവാണ് P. ഇതാണ് ടോർക്കിൻ്റെ കർവ്. ഓക്കെ, ഇപ്പോഴുള്ള പവർ എന്ന് പറഞ്ഞാൽ മാക്സിമം പവറും ഇവിടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്കുമാണ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് P is equal to
EV/XS into sin tau ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Pmax into sin tau നമ്മൾ നേരത്തെ അതേ ടോർക്ക് ലോഡ് ആംഗിൾ ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ P/ω നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എഴുതും E/ω into XS sin tau ദാറ്റ് വിൽ ബി ഈക്വൽ ടു Tmax into sin tau ആണ്. ഓക്കെ, ഇതിപ്പോൾ രണ്ട് കർവായാലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ, പി വീസസ് ഡോവും വി വീസസ് ഡോവും സൈനുസോയിഡൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും എന്താണ്, സൈനുസോയിഡലാണ്. അത് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും ഇതിൻ്റെ അകത്തുനിന്നുള്ള ഇൻഫറൻസുകളൊന്നുമില്ല. ഓക്കെ, രണ്ട് കർവായാലും സൈനുസോയിഡാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ഒന്ന് ഓർക്കണം. അതായത് നമ്മൾ സിങ്കണിസം ലൂസ് ചെയ്യാതെ നമ്മളുടെ മാക്സിമം ടോർക്ക് നമ്മൾ മാക്സിമം ടോർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഏതിലാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മാക്സിമം ടോർക്കിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് എന്ത്, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ടോർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോളിംഗ് ടോർക്ക്, അല്ലെങ്കിൽ നമ്മൾ പുൾ ഔട്ട് ടോർക്ക്. ഓക്കെ, അതാണ് നമ്മളുടെ ആ ടോർക്കിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പവർ ആംഗിൾ കർവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മൾ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള നമ്മളതിൻ്റെ എക്സൈറ്റേഷൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് കണ്ട് നമുക്കൊരു കമ്പാരിസൺ നടത്തണം. പിന്നെ ഒരു ചെറിയ രണ്ട് ടോപ്പിക്, അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സിംഗിൾസ് മെഷീനുകൾ ഓൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്സ് ആയിട്ട് കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.